ഭഗവതിയുടെ അമ്പലത്തിൽ വന്ന് മുരുകനെ വിളിക്കേ. എന്താ കഥ? ആ തെച്ചിക്കാട്ടിലെ അമ്മയ്ക്ക് ഭ്രാന്താണോ? അല്ല, വട്ട. ഓഹോ. തെച്ചിക്കാട്ടിലെ യശോദരമ്മ എന്ന് പറഞ്ഞ അതൊരു സംഭവം എന്ന് വെച്ചാൽ തെച്ചിക്കാട്ടിലെ അച്യുതൻകുട്ടിയുടെ ചെറിയമ്മയ്ക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചാ എന്താ പറയാ? അല്ല, എന്താ പറയാ? വട്ട് അല്ല, ഒരു തരം ഭ്രാന്ത്. ആരാണ്ട തള്ളക്ക് ഭ്രാന്തളകിയ കാണാൻ നല്ല ചേലാന്ന് പറയരുത് മോനെ. മനസ്സിലേടെ പട്ടി. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാരാമ രാമ ശ്രീരാമ രാമ രാമ. എന്റെ അമ്മ ഒന്ന് പതുക്കെ. ശ്രീരാമ രാമ രാവണ. എന്നും രാവിലെ ഇരുന്ന് പാടിക്കോളൂ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. എടീ ഭദ്രേ, ചായ പേപ്പറും. ഓ, തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി ഇന്ന് ഇത്തിരി നേരത്തെയാണല്ലോ. എവിടേക്കാ അമ്മൂമ്മേ? പുറത്തെ എണ്ണയിലിരുന്ന അത്തിരി ഇളവയില് കിട്ടും. ഞാൻ പിടിക്കാം. ഉമ്മറത്തേക്ക് പോണെങ്കി എന്നെ വിളിക്കാറുന്നില്ലേ? എവിടെയെങ്കിലും തപ്പിത്തടഞ്ഞു വീണാലോ? നിന്നെ എന്തിനൊക്കെയാ വിളിക്കുക? ഇവിടുത്തെ ഒരു ചോട് പണി കഴിഞ്ഞിട്ട് വേണ്ടേ നിനക്ക് പണി സ്ഥലത്തേക്ക് എത്താൻ? അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാ ഇടവപ്പായി തുടങ്ങി ഭൂമി തണുത്തു വെച്ചാ പിന്നെ തുടങ്ങുകയായി. രാവിലെ എണ്ണ തേച്ചു കുളി കഴിഞ്ഞാ പിന്നെ നവധാന്യ കഞ്ഞിയാണ് എന്ന് വെച്ചാ 9 തരം ധാന്യങ്ങളിട്ട് തയ്യാറാക്കണേ. ഉണ്ണണ നേരാവണവരെ അവൻ ഉള്ളിൽ കിടക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളൊക്കെ മരിച്ചത് നന്നായി. അല്ലെങ്കിൽ ക്ഷീണകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ചായ. ഉമ്മറത്തേക്ക് ചായ കൊണ്ടുവരുമ്പം ആരൊക്കെ ഉണ്ട് അവിടെ എന്ന് അറിയണം. ഇതിപ്പോ ഗോപാലനായോണ്ട് കുഴപ്പമില്ല. ചായ ആണെങ്കിൽ വെറുതെ ഒന്ന് കുടിക്കാം. അങ്ങനെ വെറുതെ കുടിക്കാൻ നല്ലത് പച്ചവെള്ള. ആർക്കും ബുദ്ധിമുട്ടില്ല. എന്ത് ചായടി ഇത്? ഒട്ടും മുഴുപ്പില്ല പാലിന്. അതെ വല്യമ്മേ, ചായ ഉണ്ടാക്കാൻ വല്യമ്മയുടെ അത്ര ഇവിടെ ആരും പോരില്ല. ഞാൻ വളരെ മോശ. അത് അവളൊന്നു വെച്ചതാ. എനിക്ക് എന്റെ സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടേന്ന് അതിന്റെ ധ്വനി. അല്ല, സത്യത്തിൽ എന്തിനാ ഇവിടെ വന്ന് കൂടണത്? ഭാഗം വെപ്പും വേർതിരിക്കലും ഒക്കെ കഴിഞ്ഞല്ലേ? എന്റെ അമ്മയെ ഉടപ്പറന്ന കുട്ടികളും എങ്ങനെ കഴിയുന്നു എന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കണ്ടോ? ഓഹോ, അപ്പൊ ചെക്കിങ്ങിന് വരുന്നതാണ്. സദ്ദാം ഹുസൈൻ ഒരു നിരന്തര ശല്യക്കാരൻ. ജോർജ് ബുഷ്. ഹലോ. അല്ല, ഭാമ ഉണ്ടായിരുന്നോ? ഇന്നലെ പോയില്ലോ. ആ, ഹോസ്റ്റലിൽ വിളിച്ചു നോക്കൂ. ശരി, വെക്കട്ടെ. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര ഹരഹരോ. യശോദരെ, എന്താ നീ കാട്ടണേ? ആരാ നിന്നോട് പറഞ്ഞേ കുളത്തിൽ പോയി മുങ്ങാൻ? ഒരു വിളി വന്നു. പഴനിമലയിൽ നിന്ന് സാക്ഷാൽ സുബ്രഹ്മണ്യൻ. 31 നാൾ വ്രതം. എന്നിട്ട് മല കയറി ചെന്ന് ദർശനം. ഹരഹരോ ഹരഹര. എവിടെയെങ്കിലും പോയി അടങ്ങിയിരുന്നോണം. ഒന്നും കൊണ്ടുപോയി കിണറ്റി കൊണ്ടിടരുത്. അച്ചൻകുട്ടിയുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞോണ കിട്ടിയ ഓർമ്മയുണ്ടല്ലോ. അവന് ഞാനൊരു സമ്മാനപ്പതി വെച്ചിട്ടുണ്ട്. കാർക്കോടകൻ. ഹരഹരോ ഹരഹര ഹരഹരോ ഹരഹര. എന്റെ വരപ്പാ ഇവളെ കൊണ്ട്. അക്കൂസ് വെള്ളം വെക്കുമ്പോ പാത്രം നിറയെ വെച്ചൂടെ? നഴ്സമ്മോട് ഉണ്ടായിരുന്നോ? കുളിമുറി ചൂടുവെള്ളം വേണം. എന്റെ ഷർട്ട് മുണ്ട് ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ടോ? രാവിലെ തൃശ്ശൂർക്ക് പോണം. ഇതിനെല്ലാം ഞാൻ ഒരുത്തില്ലേ ഉള്ളൂ ഇവിടെ. നിനക്ക് 2 ദാസികളെ ശമ്പളത്തിന് വെക്കാൻ ഞാൻ. ഷർട്ടും മുണ്ടും നല്ല വാടി പോലെ കിട്ടിയില്ലെങ്കിൽ എന്റെ വായിന്ന് കേൾക്കുന്നീ. ഇന്ന് ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ഉള്ളതാ. അവിടെ എരപ്പ വേഷത്തിൽ ചെന്ന് കയറാൻ പറ്റില്ല. ഇതുപോലുള്ള രാഷ്ട്രീയക്കാരെ മുഴുവനും കൂടി ഇവിടുന്ന് കപ്പൽ കയറ്റി വിടുന്ന ദിവസ ഈ നാടിന് മോക്ഷം കിട്ടുക. ഭദ്രേ, അന്ന് വല്യമ്മാവൻ കത്തി നിൽക്കണ കാലം പൊന്നാനി താലൂക്കില്. ഭദ്രേ, നീ ഇറങ്ങണില്ലേ? ശാരദ എടുത്തിട്ട് 2 മിനിറ്റ് ബസ് അതിന്റെ പാട്ടിന് പോകൂട്ടോ. ഇപ്പൊ വരാം. ആരാ? ശാരദ. ശാരദയെത്തി.
എന്താ കുട്ടിയെ ധർമ്മം വീട്ടില്ലേ? ഇല്ല, ഡ്യൂട്ടിയില്ല. കിഴക്കേടത്ത് അമ്പലക്കുളത്തിൽ ഒരു ശവം പൊങ്ങിയിരിക്കണു അത്രേ. അതാരാപ്പാ? എന്നാലേ ഞാൻ അത് നോക്കിട്ട് വരാം. താൻ അവിടെ തന്നെ നിന്നളരുത്. ഇല്ല, ഇല്ല. ഉടനെ അവിടെ വന്ന് വിവരം പറയണം. ആ സതീശോ, സമയം 9:15 കിഴക്കോട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് പോകുന്നുണ്ട്. അതേടാ, മുമ്പിൽ വന്ന് ചാടണ്ട, മോന്ത പൊളിയും. ആ തെച്ചിക്കാട്ടിലെ എക്സ്പ്രസ് അടിച്ച് ചത്താലെന്താ ശാരദ? മോനെ, നിനക്ക് അമ്മയും പെങ്ങളും ഇല്ലേന്ന് ഞാൻ ചോദിക്കില്ല. പക്ഷേ അവരോട് പറഞ്ഞ് ശീലിച്ചതേ നാട്ടിലെ പെണ്ണുങ്ങളോട് പറയരുത്. ദാ, ഒരു പോലീസുകാരന്റെ ഭാര്യയാണെന്നുള്ള ദുരഭിമാനം കൊണ്ട് പറയല്ല. ഈ കൈ അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ആ വാ. ഭാഗ്യം, നമ്മള് സമയത്തിന് അതേ ബസ് വന്നു. ചെറുവത്താണി ഒന്ന് വേഗം ഇറങ്ങി, ഞങ്ങൾക്ക് കേറണം. മോളെ, മോളെ തെച്ചിക്കാട്ടിലെ അച്ചൻകുട്ടി സാറിന്റെ പെങ്ങളല്ലേ? ഒന്ന് മാറിക്കേ. മോളെ ഒന്ന് ചോദിക്കട്ടെ. എന്താ ഇത്? എനിക്ക് ബസ്സിൽ പോണം. അത്രയും വേഗം കേറ്. ഒന്ന് വീടോ, എനിക്ക് പോണം. ഞാൻ കുറെ ദൂരത്ത് വരികയല്ലേ മോളെ. എന്തായി കാണിക്കണം? ഏതായി തള്ള? നിങ്ങൾ കാണിച്ചു. ബസ് പോയി. ആ ബസ് പോട്ടെ, ഇനി വരും. പോളിയോ കൊടുക്കാമെന്നവര് കുട്ടികളെ കൊണ്ട് വരിവരിയാ നിൽക്കുക. ഇങ്ങനെ കൂട്ടം കൂടാൻ കഞ്ചിപ്പകർച്ചയല്ല, ക്യൂ നിൽക്കാൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് വാസേട്ടാ. ഞാൻ ലേറ്റാ? ഇല്ല, ഒരാള് പക്ഷെ ഇന്ന് ലേറ്റാ, എത്തിയിട്ടില്ല. ബൽസ മാഡം വന്നോ? വന്നിട്ടുണ്ട്. കടന്നല് കുത്തി പോലെ മുഖവും വീർപ്പിച്ച് അകത്തിരിപ്പുണ്ട്. അല്ല, ആയമ്മക്ക് വല്ല ഫൈൽസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. സിസ്റ്റർ, ഭദ്ര വന്നില്ലേ? ഇപ്പോഴെത്തും. ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി. എപ്പ വരും എന്നല്ല ഞാൻ ചോദിച്ചത്. മാഡം, എന്നെ കണ്ടിട്ട് ഡ്യൂട്ടിക്ക് കയറാൻ പറയണം. മാഡം. ഇന്നും ലേറ്റ് ആണല്ലേ? ലൈറ്റ് അല്ല, സ്ട്രോങ്ങാ. ആ നാശം പിടിച്ച സ്ത്രീ കാരണം ബസ്സും കിട്ടിയില്ല. ദൈവമേ, എനിക്ക് ഇന്നും ചീത്ത കേൾക്കാനാണല്ലോ വിധി. ആ വന്നോ? ചെല്ല്, വത്സാമേടം വിളിക്കുന്നുണ്ട്. ചീത്ത വിളിക്കാനല്ലേ? അല്ല, നിനക്കൊരു ടാറ്റ ഇന്ത്യക്ക് വാങ്ങി തരാനാണ് തോന്നണേ. അപ്പൊ പിന്നെ സമയത്തിനെങ്കി വരാല്ലോ. പോടി പട്ടി. എന്തു പറ്റി? ബസ് കിട്ടിയില്ല. മാഡത്തിനെ കണ്ടെന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് വരൂ. അതെ, മാഡത്തിനെ കണ്ടെന്തെങ്കിലും സ്റ്റുപ്പിഡ് എക്സ്ക്യൂസസ് പറഞ്ഞാൽ മതിയല്ലോ. അവർക്ക് ബസ് മിസ്സായി. ഡോക്ടർ അരുണിന് ഡ്യൂട്ടി തുടങ്ങാറായില്ലേ? എനിക്ക് ഇമീഡിയറ്റ് ഇഷ്ടമുള്ള കാര്യമല്ല. സിസ്റ്ററിന് ഇത് എന്റെ ലാസ്റ്റ് വാർണിംഗ് ആണ്. മനസ്സിലായല്ലോ? പോട്ടെ, അവരുടെ നേച്ചർ അറിയാലോ. ആ ഭദ്ര ഇതൊരു പതിവാക്കിയിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. മനഃപൂർവ്വം ആകില്ല മാഡം, അതൊരു പാവമാണ്. ഒരു വീടിന്റെ ചുമതല മുഴുവൻ എന്റെ തലയില. എന്നാ പിന്നെ ജോലി രാജിവെച്ച് വീട്ടുപരമായിട്ട് ഇരുന്നാ പോരെ, വെറുതെ മറ്റുള്ളവരെ മെനക്കെടുത്താതെ. ആ വാസു, ആരെങ്കിലും വിളിച്ചാ ഞാൻ ആ മെഡിക്കൽ ക്യാമ്പിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ DMO ഓഫീസിൽ പോയിന്ന് പറയണം. മേഡത്തിന്റെ ക്യാമ്പിനെ കുറിച്ച് ഇപ്പൊ നാട്ടിലൊക്കെ ഭയങ്കര പേരാ. എന്തൊരു സേവന മനോഭാവം. ഇനിയിപ്പൊ സുഖായില്ലേ? കുറച്ച് ദിവസത്തേക്ക് നഴ്സറിയിലൊന്നും പോണ്ടാലോ. ഇനി ഏട്ടന്റെ കൂടെ അടിപിടി കൂടുമ്പോ സൂക്ഷിക്കണം ട്ടോ. അരുൺ ഡോക്ടർ വിളിക്കുന്നു. എന്താ ഒരു പൂപ്പുഞ്ചിരി? ഹേയ്, ഒന്നുമില്ല. പ്രഥമനും പാൽപ്പായസം അകമ്പടിയായി ഒരു സദ്യ കിട്ടാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത് തന്നെ. ലീവ് എടുത്ത് ഒരു ദിവസം ഗുരുവായൂർ വെക്കുള്ളൂ. ഇപ്പൊ കല്യാണങ്ങളുടെ സീസണാ. ഭഗവാനെ തൊഴാം, ഓസിന് എവിടെന്നെങ്കിലും ഞണ്ണുകയും ചെയ്യാം.